ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മളങ്ങനെ സൈറ്റിൽ വന്നപ്പോൾ നമ്മുടെ ബോസ് രാവിലെ തന്നെ ഇവിടെ എന്തോ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. CCTV ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദാണ്ട് ഒരു ഐസ്ക്രീം വാൻ വന്നിട്ടിരിക്കുന്നു ഗൈസ്. നമ്മുടെ ബോസ് അവിടെ പോയിട്ട് ഇപ്പോഴും എന്തൊക്കെ പറയുന്നുണ്ട്. ഓ ഗൈസ്, സ്നോമാന് ഗൈസ്, ഇവനും ഇപ്പോൾ പണിയെടുത്ത് തുടങ്ങി. അതായത് ഇവൻ ഓരോ വിൻ്റർ സീസണായ ഓരോ പേരുടെ മുക്കിലും മൂലയിലൊക്കെ കാണാം. അപ്പോൾ ഇവൻ ഈ ഒരു പണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവനക്ക് ക്യാഷ് നേടാനാണ്. സോ ഇവൻ്റെ മെയിനായിട്ട് ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. എന്തായാലും വാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ ബോസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇവനല്ല, ബോസ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്താ കണ്ടതെന്നൊന്നും അറിയത്തില്ല. സോ ഞാനങ്ങനെ ആ ഐസ്ക്രീം ഫാക്ടറിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന് മുകൾ വശം ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ കയറി സുഖമായിട്ട് രാത്രി തൂക്കാം. പക്ഷെ ആ പരിപാടി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇവിടെ ഇതെന്തോ കേടുന്നതാണ്. ഇവിടെ ഇവൻ നിന്നൊരു അതൊക്കെ തുറന്നിട്ടേക്കുന്നത്. അതിലെ കൊതു ഈച്ചയൊക്കെ കയറത്തില്ലേ? ഇവൻ്റെ കടയിൽ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ആരുമില്ല. നമുക്ക് എന്തായാലും വേറൊരു ഐറ്റമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മിഷീന് ഒരു സ്പെഷ്യൽ മിഷീനാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മിഷീന് ഒരു സ്ക്വയർ ഷേപ്പാണെങ്കിൽ അത് കാണാൻ നമ്മുടെ മൈൻക്രാഫ്റ്റിലത്തെ ഒരു ലുക്ക് ഉണ്ടാകും. അപ്പോൾ എന്തായാലും ആ ഒരു മിഷീൻ്റെ ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതുമായിട്ട് നമുക്ക് ഇനി നേരെ നമ്മുടെ സൈറ്റിൽ പോകണം. സോ നമ്മുടെ സ്നോമാൻ തന്ന ഐസ്ക്രീം ഇതിനകത്ത് കൂടെ ഇട്ടപ്പോൾ കണ്ടില്ലേ? ഇതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത. അതായത് ഈ ഒരു മെഷീൻ്റെ അകത്തേക്കൂടെ നമ്മൾ എന്തിട്ടാലും അത് ഡബിൾ അല്ല, ത്രിബിൾ സൈസായിട്ട് അത് പുറത്തേക്ക് എത്തുന്നതാണ്. ഇത് ത്രിബിളാണോ ഫോർബിളാണോ അറിയില്ല. സോ ഇത് കണ്ടിട്ട് നമ്മൾ ആ ബോസ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ആ മെഷീൻ കണ്ടിട്ടില്ല, അതെ ആ മുക്കിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് കണ്ട ചെങ്ങായി അതിൻ്റെ അകത്തേക്കൂടെ കയറി വണ്ടു. ഇയാൾക്ക് പൊട്ടനാണ്, ഇയാൾ സത്യം പറഞ്ഞൊരു പൊട്ടനാണ്. ഇതിൻ്റെ ഐസ്ക്രീമൊക്കെ അലിഞ്ഞ് തുടങ്ങി കേട്ടോ. കാരണം നല്ല വെയിലാണ്. വിൻ്ററായി തുടങ്ങുന്നേ ഉള്ളൂ. നവംബർ ആയിട്ടുള്ളല്ലോ, ഇപ്പോഴും നവംബർ 14 ആയിട്ടുള്ളൂ. വിൻ്റർ സീസണിന് ഇനി ഒരു മാസം തികച്ചില്ല. എന്തായാലും കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അങ്ങനെ ഒക്കെ അലിഞ്ഞ് അതിനകത്തേക്ക് പോയിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ വേറൊരു സംഭവം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ എവറസ്റ്റ് കൊടുമുടിക്ക് അങ്ങനെ പോകുകയാണ്. സോ അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ നമ്മൾ ഹിമാലയത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. സോ ഗൈസ്, അവിടുന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതായത് അവിടുത്തെ കുറച്ച് മഞ്ഞ് നമുക്ക് ഉരുട്ടി നമ്മുടെ സിറ്റിക്ക് അങ്ങോട്ട് വിട്ടാലോ എന്നൊരു പ്ലാൻ. നമുക്ക് ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ കോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മലയുടെ താഴെയായിട്ട് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് ഉരുട്ടാം. അപ്പോൾ നേരെ പോകുന്നത് സൈറ്റിൻ്റെ അടുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റോപ്പ് ആവും. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഉന്തിക്കൊണ്ടുപോകാം. സോ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു കോൺ ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും നല്ലൊരു മഞ്ഞ് ഉരുട്ടി വിടാൻ കിട്ടുമോ നോക്കാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഉരുട്ടി വിട്ടാലോ? ആ മുകളിൽ നിന്നോട്ട് ഉരുട്ടി വിടാം. അതാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളി. ഓ ഗൈസ്, മുകളിൽ എന്തോ വരുന്നുണ്ട്. എൻ്റെ അമ്മോ ഗൈസ്, പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്ക് താണ്ടെ എൻ്റെ അളിയാ ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്, ഇവിടുത്തെ മഞ്ഞൊക്കെ എടുത്ത് അത് വലിയതായിട്ടുണ്ട് ഗൈസ്. പെട്ട് എൻ്റെ അളിയാ താണ്ടെ ഇത് നിൽക്കുന്നില്ല കേട്ടോ, ദൂറിൻ്റെ വരികയാണ്. എൻ്റെ മോനെ, ഓ ആ ബിൽഡിങ്ങിൽ കുടുങ്ങി അതങ്ങോട്ടേക്ക് പോയാ? ഓ ഗൈസ്, അതങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എൻ്റെ അളിയാ ജസ്റ്റ് മിസ്സാണ് കേട്ടോ. നമ്മളെ വണ്ടി നിൽക്കലും അത് പോവലും ഒക്കെ ഒപ്പായി. ഓക്കെ, രക്ഷപ്പെട്ട്. എൻ്റെ അളിയാ ഗൈസ്, ഇവിടെയൊക്കെ നല്ല തണുപ്പ്, ഒരു കൊടുങ്കാറ്റ് വന്ന പോലെ. എൻ്റെ പൊന്നോ ഗൈസ്, ആ മലയൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ താണ്ടെ മഞ്ഞ് വീഴൽ തുടങ്ങി ഗൈസ്. ഗൈസ്, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നവംബർ 14 ആയപ്പോഴേക്കും ഇവിടെ വിൻ്റർ സീസൺ തുടങ്ങി. വെറുതെ അല്ല നമ്മുടെ സ്നോമാനൊക്കെ ഐസായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇത് മുന്നേ ഓർത്ത് വെച്ചതുകൊണ്ടാണ് തോന്നുന്നു. എൻ്റെ അളിയാ ഗൈസ്, എൻ്റെ വണ്ടി താണ്ട് ഇവിടെ മൂടി കിടക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ എങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. അത് നമ്മുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണത്.
അതെന്തായാലും അവിടെ മുക്കിൽ അങ്ങനെ കേടായി കിടക്കുന്നുണ്ട്. കേടൊന്നുമില്ല, അവിടെ കിടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്. നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.